ഇന്ന് രാവിലെ ന്യൂ തിയേറ്ററിൽ കാവ്യമേള എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഴയകാല ഫിലിമും ഇപ്പോഴത്തെ ഫിലിമും എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയണ്ട. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇവിടെ ഫിലിം കാണാമെന്നവരുടെ കുറച്ച് ബൈറ്റ്സ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. The film was really... Can I say it in English? Yeah, okay. Sure. So the film was really good. There weren't many people since it was raining and it's the morning show. So I was the first one here. I was surprised. And there were only like 10-20 people in the theatre maximum. And I was kind of scared because I've never seen a Prem Nasir movie before. But I came with my mom and she explained all the little old vintage Mallu references I didn't get. Okay. And it was so fun. It was incredible. It reminded me of like Shakespeare and Hamlet and all the English literature stuff, but it was so Mallu. It was so Mallu, and I loved seeing all the Malayalam actors and everything. The jokes were phenomenal. It was entertaining, it was fun, it was light-hearted, it was dark, it was serious, it was sad, it was everything. I loved it. Okay. Yeah, 10 on 10. 10 on 10. Yes. Thank you. എന്തായിരുന്നു സിനിമ? നല്ല സിനിമയായിരുന്നു. പണ്ടത്തെ ആ കാലഘട്ടത്തേക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ ഏറ്റവും തുടക്കകാലത്തുള്ള മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എല്ലാം ഈ സിനിമയെ കാണുമ്പോൾ അറിയാം. പിന്നെ പ്രേം നസീർ ഷീല താരജോഡികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടാവുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയും ഓടിയിരിക്കും. പക്ഷേ ഇത് നല്ല സിനിമയാണ്. പാട്ടുകൾക്കൊക്കെ അതിമനോഹരമായി കവിതകളെല്ലാം ഒറിജിനലായിട്ട് ലീല എന്ന് പറഞ്ഞ ഗായികയൊക്കെ വന്നിട്ടുണ്ട്. യേശുദാസിൻ്റെയൊക്കെ ആദ്യത്തെ ഇതാണ്. ആ വന്നിരിക്കുന്ന ഗായികരെല്ലാം റിയലായിട്ടുള്ളവരാണ്. അതിപ്പോൾ ഇന്നത്തെ ജനറേഷനുള്ളവർക്ക് അറിയണമെന്നില്ല. പിന്നെ എന്താണ് പറയേണ്ടത്? പഴയ കാലത്തുള്ള ഫിലിം ഇപ്പോഴത്തുള്ള ഫിലിം വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ട്? ഒരുപാട് വ്യത്യാസമുണ്ട്. മലയാള സിനിമയെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇന്നത്തെ സിനിമ ഇന്നത്തെ ജനറേഷനെ പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ പോലും അന്നത്തെ സിനിമയ്ക്കൊരു കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒക്കെ നല്ല വാല്യൂ പറയുന്നതും ആ സ്ക്രിപ്റ്റും ആ ഡയലോഗ്സ് ഡെലിവറി പിന്നെ മേക്കപ്പ് എല്ലാം എവരി വൺ ഷീല ആൻഡ് നസീർ പിന്നെ അടൂർ ഭാസി എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആയിട്ടുള്ള നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് എന്നല്ല എല്ലാ രീതിയിലും നല്ല എൻ്റർടൈനിങ് പേഴ്സണാണ്. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും എല്ലാം നല്ല പെർഫോമൻസാണ്. ആ കാലഘട്ടത്തെ തന്നെ റിവീൽ ചെയ്യുന്ന ഒരു മൂവി. കാരണം പ്രേം നസീറിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തുള്ളതാണ്. ഇന്നത്തെ എല്ലാ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെയും കാണുമ്പോൾ അങ്ങനെ ഈ ചലച്ചിത്രമേള നല്ല ഒരു ദൃശ്യാനുഭവം. കാരണം ഇന്നത്തെ ജനറേഷനൊന്നും ഇത് കാണാൻ പോലും പറ്റുന്നതല്ല. ഇന്നിപ്പോൾ എല്ലാ ടെലിവിഷനും എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിലെ സിനിമകളെ കാണിക്കത്തുള്ളൂ. പിന്നെ പ്രേം നസീറിന് അർഹിക്കുന്ന അംഗീകാരം തന്നെ ഇന്ത്യൻ സിനിമയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താരജോഡികളായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നസീറും ഷീലയുമാണ്. 1000-ൽ പരം. അത് ഗിന്നസ് റെക്കോർഡാണ്. അത് വേൾഡ് സിനിമയിൽ തന്നെ ഗിന്നസ് റെക്കോർഡാണ് ഷീലയും നസീറും കോമ്പിനേഷൻ. പിന്നെ മലയാളത്തിൽ പറയണ്ട, അവർ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇന്നത്തെ ഒരു ന്യൂജൻ ആക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ മലയാളത്തിൽ ആരുണ്ടെന്ന് വെച്ചാൽ ടോവിനോയോ അങ്ങനെ എനിക്ക് അറിയില്ല, ദുൽഖർ സൽമാൻ അങ്ങനെയൊക്കെ ആ ജനറേഷനിൽ എൻ്റെ പാരൻസ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഒരു നസീർ ഫാനാണ്. അത് നമുക്ക് ഇപ്പോഴത്തെ ഈ മൂവി ഫെസ്റ്റിവൽ കൂടുതൽ ഇങ്ങനെയുള്ള പഴയ ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ ഇവർ പറയുന്ന റിവ്യൂസ് കേട്ടല്ലോ. അപ്പോൾ ഞാനും ഈ പറഞ്ഞ സിനിമ കണ്ടതാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ പഴയകാല സിനിമകളൊക്കെ കാണുന്നതൊക്കെ ഏറ്റവും കുറവാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഞാൻ കാണുന്നത് തന്നെ ഇപ്പോഴാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ടിങ്ങും അതുപോലെ തന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം കോമഡിയോടൊപ്പം തന്നെ ഇമോഷണലായിട്ടുള്ള ആ ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം IFFKയിൽ വന്നതിൽ ഇങ്ങനെ ഒരു ഫിലിം കാണാനായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നതിൽ തന്നെ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.